മട്ടാഞ്ചേരി P&D കോളനി നിവാസികൾക്ക് ഇനി വെള്ളപ്പൊക്ക ദുരിതത്തെക്കുറിച്ച് ആലോചിച്ച് ഇനി ആദ്യമൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. GCDയുടെ സ്ഥലത്ത് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പാർപ്പിട സമുച്ചയത്തിലേക്ക് അവർ താമസം മാറി. കോളനി പ്രദേശം റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി സെൻ്ററാക്കാനാണ് കൊച്ചി കോർപ്പറേഷൻ്റെ തീരുമാനം എന്നറിയുന്നു. ഇത് എലിസബത്ത്. കഴിഞ്ഞ 35 വർഷക്കാലം P&D കോളനിയായിരുന്നു മേൽവിലാസം. മാനത്തു മഴക്കാറ് കണ്ടാൽ ഉള്ളുലഞ്ഞിരുന്ന കാലം ഇപ്പോഴുമുണ്ട് എലിസബത്തിന്റെ ഓർമ്മയിൽ. P&D കോളനിയിൽ സ്ഥിരം താമസിച്ച് 35 വർഷം താമസിച്ച് 5 വർഷം ഞങ്ങൾ വാടകയ്ക്ക് പോയി. തീരെ കിടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇവിടെ കിടന്ന് ശ്വാസം മുട്ടലേയും വെള്ളത്തിലൊക്കെ കിടന്ന് ബുദ്ധിമുട്ടെല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. പെരയുടെ അകത്ത് തന്നെ ഇരിക്കും. സാധനങ്ങളൊക്കെ എടുത്ത് കട്ടിലിൻ്റെ മുകളിൽ വെക്കും. പിന്നെ സ്ലാബുണ്ട്, സ്ലാബിൻ്റെ മുകളിൽ കയറ്റി വെക്കും. ബാക്കിയുള്ളതൊക്കെ കുറേയൊക്കെ വെള്ളത്തിൽ പോയിട്ടുണ്ട്, നശിച്ചു. ഓരോ വർഷവും മഴയ്ക്ക് പുറകെയുള്ള വെള്ളപ്പൊക്കം സമ്മാനിച്ച ദുരിതങ്ങൾ ഏറെയാണ്. വീടിനുള്ളിലേക്ക് കുത്തിയൊലിച്ചെത്തിയ മാലിന്യത്തിന്റെ ദുർഗന്ധം ഇന്നും മറക്കാനാവുന്നില്ല ഷീല എന്ന വീട്ടമ്മയ്ക്ക്. ഞങ്ങളുടെ മാലിന്യങ്ങൾ മുഴുവൻ ആ കനാലിലല്ലേ പോണം. അത് തിരിച്ച് ഏറ്റം വരുമ്പോൾ വന്ന് കയറുമ്പോൾ അപ്പോൾ ഒരു പൊട്ടം മണമൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് പ്രളയം വന്നപ്പോഴാണ് എല്ലാവർക്കും കൂടുതൽ പ്രശ്നങ്ങളായി. അങ്ങനെ എന്നാലും ഞങ്ങൾ അതിനെയൊക്കെ തരണം ചെയ്തു. അരപ്പതിറ്റാണ്ടുകാലത്തെ ദുരിത ജീവിതത്തിന് അറുതിയായി GCDയുടെ 70 സെന്റ് ഭൂമിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി P&D കോളനിക്കാർക്ക് ഫ്ളാറ്റ് ഉയർന്നു. 83 കുടുംബങ്ങൾ ഫ്ളാറ്റിൽ താമസം ആരംഭിച്ചു. ഇതിൽ ഓരോ കല്ലെടുത്ത് വെച്ചതാ. ഇനി ഒരു പേപ്പർ തുണ്ട് ഇവിടെ നിന്ന് എടുത്ത് മാറ്റി മണ്ണ് നീക്കി ഇത് പണിതവരായാലും ചെറിയ വ്യക്തിയായിരുന്നാലും വലിയ വ്യക്തിയായിരുന്നാലും എല്ലാവരും ഞങ്ങൾ ഈ തരുണത്തിൽ ഓർക്കുന്നു. ഞങ്ങൾക്ക് അവരോട് എന്നും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടുമുണ്ട്. കോളനിയിലെ പഴയ വീടുകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കി. ദുരിതങ്ങൾക്ക് നടുവിലും P&D കോളനിയെ ഹൃദയമാക്കിയവർ ഏറെയാണ്. ഇത്രയും വർഷം ഞങ്ങളോട് ജീവിച്ച് വിഷമം ഉണ്ടായിരുന്നു. ഹൃദയം പൊട്ടണേയിരുന്നു ഞങ്ങളുടെ. അതിന് മാത്രം കഷ്ടപ്പെട്ടുണ്ട് ഞങ്ങളവിടെ കിടന്നു. വീട് വിട്ട് ഫ്ളാറ്റിലേക്ക് മാറുമ്പോൾ പരിഭവം പങ്കുവയ്ക്കുന്നവരുമുണ്ട് മുണ്ടംവേലിയിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റിൽ. ഞങ്ങളെ രണ്ടും അടിമകളും ഇല്ലെങ്കിൽ ഏതോ ഒരു അഭയാർത്ഥികളെ ഓടിച്ചു വിടുന്ന മാതിരിയായിരുന്നു ഞങ്ങളെ ഓടിച്ചു വിട്ടത്. കാര്യം വീടൊക്കെ തന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഈ വീട് തന്നെ ഞങ്ങളുടെ ആദ്യം പറഞ്ഞല്ലോ, ഞങ്ങളുടെ വീട് അത് സ്വർഗമായിരുന്നു. അതിൻ്റെ പാതി പോലും ഇല്ല ഈ വീട്. പരാതികൾക്കും പരിഭവങ്ങൾക്കുമിടയിലും മഴക്കാലത്തെ ദുരിതം ഇനി അനുഭവിക്കേണ്ടല്ലോ എന്നുള്ള ആശ്വാസമാണ് ഈ വീടുകളിലുള്ള ഓരോരുത്തർക്കുമുള്ളത്. മുണ്ടംവേലിയിൽ നിന്നും മുഹമ്മദിനൊപ്പം അശ്വിൻ പാലാഴി, 24.